നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ദേവേന്ദുവിൻ്റെ മരണത്തിന് പിന്നാലെ പലതരത്തിലുള്ള ദുരൂഹതകൾ തന്നെയാണ് മറനീക്കി പുറത്തു വരുന്നത്. പ്രധാനമായും രണ്ട് വിഷയങ്ങൾ. ഒന്നെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധം പുറത്തെടുത്ത ശ്രീധുവിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 3ഓളം FIR. ശ്രീധു പുറത്തും വലിയൊരു കൊള്ളക്കാരിയായി വിലസിയിരുന്നു എന്നാണ് നിലവിൽ പരാതികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറുഭാഗത്ത് പോലീസ് അന്വേഷിക്കുന്നത് ഇതിൻ്റെ കാരണമാണ്. അതിൽ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്നത് ദേവേന്ദുവിൻ്റെ കൊലയിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കണമെങ്കിൽ ശ്രീധുവിൻ്റെ ആ ലിവിങ് ടുഗദർ പങ്കാളി ആര് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ലഭിക്കണമെന്നാണ് ഒരു ഭാഗത്ത് ആവശ്യമുയരുന്നത്. ഈ ആരോപണം ശക്തമായി തന്നെ നേരത്തെ ഉയർന്നു കേട്ടതാണ്. ശ്രീധുവിനെതിരെ ഇപ്പോൾ തട്ടിപ്പിന് കേസെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചതും ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കാൻ പോകുന്നത്. ശ്രീധുവിൻ്റെ അറസ്റ്റ് വളരെ വേഗത്തിൽ തന്നെ രേഖപ്പെടുത്താനാണ് ബാലരാമപുരം പോലീസ് തീരുമാനിച്ചത്. തട്ടിപ്പിൻ്റെ പേരിൽ ശ്രീധുവിനെതിരെ ഒട്ടനവധി പരാതി ഇതിനോടകം തന്നെ പോലീസിന് കിട്ടി. അതിൽ 2 പരാതിയിൽ ആദ്യം തന്നെ FIR രജിസ്റ്റർ ചെയ്തു. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥയാണ് ശ്രീധു എന്നും 2 ലക്ഷത്തോളം ശമ്പളം മേടിക്കുന്ന വലിയ ഉദ്യോഗസ്ഥയെന്നും കൂടി പരിചയപ്പെടുത്തിയാണ് പണം തട്ടാനായി ശ്രമിച്ചത്. പക്ഷേ ദേവസ്വം ബോർഡിൽ കരാറടിസ്ഥാനത്തിൽ പോലും ശ്രീധുവിന് ജോലി ഇല്ല എന്നുള്ള കാര്യം പോലീസും പറയുന്നു. യാതൊരു ജോലിയോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാതെയാണ് ശ്രീധു ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടത്താനായി ശ്രമിച്ചത്. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥയാണെന്നും സ്വയം പരിചയപ്പെടുത്തിയാണ് ശ്രീധു ഈ നീക്കം നടത്തിയത്. പക്ഷേ കുട്ടിയുടെ കൊലപാതക കേസ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ശ്രീധു ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാരി ആയിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. എന്നാൽ അതുപോലും ശരിയല്ല. കരാറടിസ്ഥാനത്തിൽ പോലും ശ്രീധുവിന് ദേവസ്വം ബോർഡിൽ ഒരു ജോലിയുമില്ല എന്ന് മനസ്സിലായി. അതായത് തട്ടിപ്പിൽ ഗജ ഫ്രോഡാണ് ശ്രീധു എന്ന കാര്യം ഇതിലൂടെ പോലീസിന് മനസ്സിലാകുന്നു. തനിക്ക് 2 ലക്ഷം രൂപ ശമ്പളമുണ്ടെന്ന് താൻ വിചാരിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൽ ഏത് തരത്തിലുള്ള ജോലിയും കിട്ടുമെന്നാണ് ശ്രീധു പറഞ്ഞിരുന്നത്. ഇത് പറഞ്ഞുകൊണ്ടാണ് പണം തട്ടിയത്. പ്രദേശത്തെ സ്കൂളുകളിലെ PT അംഗങ്ങൾ ഉൾപ്പെടെ ഇവരുടെ കെണിയിൽ അകപ്പെട്ടുവെന്നാണ് പോലീസ് പറയുന്നത്. അവരുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പൈസ ഒക്കെ തന്നെ വീട് വെച്ച് നൽകാനായി ജ്യോത്സ്യൻ ദേവിദാസന് കൊടുത്തെന്നാണ് ശ്രീധു പോലീസിന് മൊഴി നൽകുന്നത്. ദേവിദാസന്റെയും ശ്രീധുവിൻ്റെയും ബാങ്ക് വിവരങ്ങളും ഫോൺ വിവരങ്ങളും ഒക്കെ തന്നെ പോലീസ് ഇതിന് പിന്നാലെ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാക്കും. ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീജിത്തും ഭാര്യയ്ക്കെതിരെ ഗുരുതരമായ മൊഴി തന്നെയാണ് പോലീസിന് കൊടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ദേവേന്ദുവിൻ്റെ മരണത്തിന് പിന്നിൽ, കൊലപാതകത്തിന് പിന്നിൽ അമ്മാവൻ മാത്രമല്ല അമ്മയുടെ പങ്കും പോലീസ് സംശയിക്കുന്നുണ്ട്. 36 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് ആരോപിച്ചാണ് ജ്യോത്സ്യനെതിരെ ശ്രീധു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഇത്രയധികം തട്ടിപ്പ് വീരയായ ശ്രീധു ജ്യോത്സ്യന്റെ പേരിൽ എല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണോ നടത്തുന്നത് എന്നുള്ള സംശയവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ച് ഒരു പൊതുപ്രവർത്തകന്റെ കൈവശം പണം കൊടുത്തുവെന്നാണ് ശ്രീധു പറയുന്നത്. എന്നാൽ അത് ഏത് പൊതുപ്രവർത്തകൻ അത് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ കൂടുതൽ തെളിവോ വ്യക്തതയോ ഒക്കെ തന്നെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സംഭവവും പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടുകൂടി തന്നെയാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു ശ്രീധു പഠിച്ച കള്ളിയാണെന്ന്. ശംഖുമുഖം ദേവിദാസന്റെ മൊഴിയും ഏറ്റവും അധികം നിർണായകമായി തന്നെ മാറുന്നുണ്ട്. കാരണം നേരത്തെ ഭർത്താവെന്ന് പറഞ്ഞ ഒരാളുമായി അവിടെ എത്തിയിരുന്നുവെന്ന് ദേവിദാസൻ തന്നെ മാധ്യമങ്ങളോടക്കം പറഞ്ഞിരുന്നു. ശ്രീധുവിനെതിരെ ദേവിദാസൻ ലിവിങ് ടുഗദർ ബന്ധമടക്കം എടുത്തു പറയുന്നുണ്ട്. മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല ദുരൂഹതകളാണ് ഇതിന് പിന്നാലെ ഉയർന്നു കേൾക്കുന്നത്. ജനുവരി 30-ാം തീയതി വ്യാഴാഴ്ചയാണ് ബാലരാമപുരം കോട്ടുകാൽക്കോണം വാറുളാകത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീധു ശ്രീജിത്ത് ദമ്പതിമാരുടെ മകൾ ദേവേന്ദു എന്ന 2.5 വയസ്സുകാരിയെ സഹോദരൻ ഹരികുമാർ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയത്. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയെന്ന് തൊട്ടു പിറകെ തന്നെ ഇയാൾ പോലീസിനും മൊഴി നൽകിയിരുന്നു. ഇതിന് പിറകിൽ അന്ധവിശ്വാസമാണെന്നുള്ള സൂചന ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് നടത്തിയ പരിശോധനയിൽ ജ്യോത്സ്യനെ അടക്കം ചോദ്യം ചെയ്തപ്പോഴാണ് വളരെ വിചിത്രമായ ചില സംഭവങ്ങൾ കൂടി പുറത്തു വരുന്നത്. 2ാമത്തെ കുട്ടിയുടെ ഗർഭധാരണ സമയത്ത് തന്നെ ഭർത്താവിനെ ഒഴിവാക്കാൻ ശ്രീധു പല നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിന് രഹസ്യ സ്വഭാവമുള്ള പല വിശദീകരണങ്ങൾ പോലും ശ്രീധു നടത്തിയെന്നാണ് സൂചന. താലി കെട്ടിയ ഭർത്താവിനെ ഒഴിവാക്കാൻ വേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങൾ ശ്രീധു പുറത്തെടുത്തു. എന്നിട്ടും കുട്ടികളെ കരുതി മാത്രമാണ് ഭർത്താവ് തുറന്നത്. ശ്രീജിത്തിൻ്റെ വീട്ടിൽ നിന്നും പല പ്രശ്നങ്ങൾ നടത്തിയാണ് ശ്രീധു ഏറ്റവും ഒടുവിൽ തൻ്റെ വീട്ടിലേക്ക് എത്തിയത്. പിന്നീട് നടത്തിയ നീക്കങ്ങൾ, ഓരോ ദിവസവും പോകുന്ന യാത്രകൾ, ഇതൊക്കെ ദുരൂഹമാണ്, ഏറ്റവും അധികം നിഗൂഢത നിറഞ്ഞതാണ്. ശ്രീധുവിൻ്റെ അച്ഛൻ ഉദയൻ്റെ മരണത്തിലും ഇപ്പോൾ നാട്ടുകാർ വലിയ ദുരൂഹതയാണ് ആരോപിക്കുന്നത്. അച്ഛനെ അടക്കം ഒരുപക്ഷെ ഈ കുടുംബം ഇവർ മകനും മകളും ചേർന്ന് കൊലപ്പെടുത്തിയതായിരിക്കാമെന്നാണ് നിലവിൽ അവർ ആരോപിക്കുന്നത്. അതിൻ്റെ ദുരൂഹതകൾ കൂടി പുറത്തു കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത്. കാര്യം മകളുടെ വഴിവിട്ട നീക്കങ്ങളെയൊക്കെ തന്നെ ഉദയൻ എതിർത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായി ഉദയനെയും കൊലപ്പെടുത്തിയതാണോ എന്നുള്ള സംശയം ബന്ധുക്കളടക്കം പങ്കുവെക്കുന്നുണ്ട്.
ശ്രീതു പഠിച്ച കള്ളിയാണെന്നും ചെറിയ തോതിൽ മാനസിക പ്രശ്നമുള്ള ഹരികുമാറിനെ ഒരു കൊലപാതകയാക്കി മാറ്റി കേസിൽ നിന്നും തടി തപ്പാനുള്ള ശ്രമമാണ് ശ്രീതു നടത്തുന്നതെന്നാണ് പലരും ആരോപിക്കുന്നത്. പോലീസ് എന്തായിരുന്നാലും ശ്രീതുവിലേക്ക് കൂടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹരികുമാർ കുറ്റസമ്മതം നടത്തിയത് തന്നെയാണ് വലിയ വിലങ്ങുതടിയായി നിൽക്കുന്നത്. ഉന്നതതല ഗൂഢാലോചന നടത്തി തന്നെ ആയിരിക്കണം ഈ നീക്കം നടത്തിയതെന്നും ഹരികുമാറിന് വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നും അതിന് സഹോദരി എല്ലാത്തിനും ചുക്കാൻ പിടിച്ചുവെന്നുകൂടി ഇപ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ വളരെയധികം വിരളമാണ്. വെറും 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഹരികുമാർ ആകട്ടെ ചെണ്ട അഭ്യസിക്കാൻ പോയി പിന്നീട് മറ്റ് അമ്പലങ്ങളും ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെയായി ജോലി ചെയ്തിരുന്നുവെന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ ജ്യോത്സ്യൻ്റെ അടുത്ത് പണിയെടുത്തിരുന്നുവെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സഹോദരിയും ഹരികുമാറും നിഗൂഢ സ്വഭാവമുള്ളവരാണ് എന്നാണ് പോലീസ് പറയുന്നത്. അടുത്തടുത്ത മുറികളിലിരുന്നാണ് ഇരുവരും നിരന്തരം വാട്സപ്പ് ചാറ്റും വീഡിയോ കോളും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കോളിന് പിന്നിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതൊക്കെ ശ്രീതുവിൻ്റെ സമ്മർദ്ദ ഫലമാണോ എന്നതുകൂടി കണ്ടെത്താനായി സാധിക്കുന്നുണ്ട്. എന്നാൽ ഹരികുമാർ നൽകിയിരിക്കുന്ന മൊഴി സഹോദരിയുമായിട്ടുള്ള അടുപ്പത്തിന് വിലങ്ങുതടിയായി കുഞ്ഞു മാറിയപ്പോഴാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും അതേക്കുറിച്ചൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കാനൊരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.